ഹലോ പീപ്പിൾസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ LGS സിലബസിലും അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ടോപ്പിക് നിങ്ങൾ കാണും, ദേശീയ ഗാനം അതുപോലെ ദേശീയ ഗീതം. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ദേശീയ ഗാനത്തിനെ കുറിച്ചാണ്. ദേശീയ ഗാനത്തെ കുറിച്ചുള്ള ഏകദേശമുള്ള എല്ലാ കണ്ടന്റും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എടാ, നമ്മുടെ ദേശീയ ഗാനം ഏതാണ്? നമ്മുടെ ദേശീയ ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ജനഗണമനയാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും നമുക്ക് ദേശീയ ഗാനവും ദേശീയ ഗീതവും തമ്മിൽ എന്ത് ചെയ്യാറുണ്ട്? തിരിഞ്ഞു പോകാറുണ്ട്. അപ്പൊ അങ്ങനെ തിരിഞ്ഞു പോകരുത്. ദേശീയ ഗാനം ജനഗണമനയും ദേശീയ ഗീതം ഏതാണ്? അത് വന്ദേ മാതരമാണ്. തിരിഞ്ഞു പോകരുതേ. ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ്. ദേശീയ ഗാനം എഴുതിയതാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബംഗാളിന്റെ ഭാവഗായകനായിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോർ ആണ് എഴുതിയിട്ടുള്ളത്? നമ്മുടെ ദേശീയ ഗാനം രചിച്ചത്. അപ്പൊ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അദ്ദേഹത്തെ എങ്ങനെ അറിയപ്പെടുന്നു? ബംഗാളിന്റെ ഭാവഗായകൻ എന്നറിയപ്പെടുന്നു. അപ്പൊ ബംഗാളിന്റെ ഭാവഗായകനല്ലേ? അപ്പൊ അദ്ദേഹം ഇത് ഏത് ഭാഷയിലാണ് ജനഗണമന രചിച്ചത് എന്ന് ചോദിച്ചാൽ ഏത് ഭാഷയിലായിരിക്കും? ബംഗാളി ഭാഷയിലാണ്. അപ്പൊ ബംഗാളി ഭാഷയിലാണ് രവീന്ദ്രനാഥ് ടാഗോർ ജനഗണമന രചിച്ചിട്ടുള്ളത്. എടാ, ഈ ജനഗണമന എന്ന് പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള ഒരു പദ്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ അത് ഏത് പദ്യം ആണെന്ന് ചോദിച്ചാൽ ഭാരത് വിധാത. അപ്പൊ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള ഭാരത് വിധാത എന്ന് പറയുന്ന പദ്യത്തിൽ നിന്ന് എടുത്തതാണ് എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന. ഓക്കെ അല്ലേ? അപ്പോ ഈ ജനഗണമന എടുത്ത ടാഗോറിന്റെ പദ്യം ചോദിച്ചാൽ ഏതാണ്? അത് ഭാരത് വിധാത. ഈ ഭാരത് വിധാത ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഏത് മാസികയിലാണെന്ന് ചോദിച്ചാൽ അത് തത്വബോധിനി പത്രിക എന്ന് പറയുന്ന മാസികയിലാണ്. അതായത് നമ്മുടെ ജനഗണമന ഉൾപ്പെടുന്ന ഈ ഭാരത് വിധാത ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് 1912 1912 അത് പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണെന്ന് ചോദിച്ചാൽ അത് തത്വബോധിനി പത്രികയിലാണ്. ഓക്കെ അല്ലേ? അപ്പോ 1912 തത്വബോധിനി പത്രികയിലാണ് ജനഗണമന ഉൾപ്പെടുന്ന രവീന്ദ്രനാഥ് ടാഗോറിന്റെ പദ്യമായിട്ടുള്ള ഭാരത് വിധാത പ്രസിദ്ധീകരിക്കുന്നത്. അടുത്ത് നമ്മൾ പറഞ്ഞു ഏത് ഭാഷയിലാണ് ജനഗണമന എഴുതിയിട്ടുള്ളത്? അത് ബംഗാളി ഭാഷയിലാണ്. ഓക്കെ അല്ലേ? ഇനി ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം, എത്ര സമയം കൊണ്ടാണ് ജനഗണമന ആലപിക്കുന്നത്? എപ്പോഴും ചോദിക്കാറുണ്ട്. 52 സെക്കൻഡ് ആണ് കേട്ടോ. അപ്പോ ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 52 സെക്കൻഡ്. ഇനി അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ജനഗണമനയുടെ സംക്ഷിപ്ത രൂപം അല്ലെങ്കിൽ അതിന്റെ മിനി വേർഷൻ ആലപിക്കാൻ എടുക്കുന്ന സമയം ചോദിച്ചാൽ അത് എത്രയാണ്? അത് 20 സെക്കൻഡ്. അത് അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ നോർമലി ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയമാണെങ്കിൽ അത് 52 സെക്കൻഡും ഇനി ജനഗണമനയുടെ സംക്ഷിപ്ത രൂപം അല്ലെങ്കിൽ അതിന്റെ മിനി വേർഷൻ ആണെങ്കിൽ എത്ര സെക്കൻഡ് ആണ്? 20 സെക്കൻഡ് ആണ്. ഓക്കെ അല്ലേടാ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ ആണ് രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ എങ്ങനെ അറിയപ്പെടുന്നു? ബംഗാളിന്റെ ഭാവഗായകൻ എന്നാണ് അറിയപ്പെടുന്നത്. ബംഗാളി ഭാഷയിലാണ് അദ്ദേഹം ജനഗണമന രചിച്ചിട്ടുള്ളത്. ഇത് എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഏതോ ഒരു ഗദ്യത്തിൽ നിന്നാണ് ഈ ജനഗണമന നമ്മൾ എടുത്തത്. അത് ഏത് ഗദ്യമാണെന്ന് ചോദിച്ചാൽ അത് ഭാരത് വിധാത. അപ്പൊ ജനഗണമന ഉൾപ്പെടുന്ന ഈ ഭാരത് വിധാത ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് 1912 ഏത് മാസികയിലാണ്? തത്വബോധിനി പത്രിക എന്ന് പറയുന്ന മാസികയിലാണ് ഇത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡ് ആണ്. എന്നാൽ അതിന്റെ സംക്ഷിപ്ത രൂപം അല്ലെങ്കിൽ അതിന്റെ മിനി വേർഷൻ പാടാൻ എടുക്കുന്ന സമയം 20 സെക്കൻഡ് ആണ്. ഓക്കെ അല്ലേ? ജനഗണമനയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. അപ്പൊ ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ. ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. ഏത് രാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ശങ്കരാഭരണം രാഗത്തിലാണ്. ഇത് നമ്മൾ ഇനി ദേശീയ ഗീതം പഠിക്കുമ്പോൾ രണ്ടും കൂടി തിരിഞ്ഞു പോരുത്. ഒരെണ്ണം നല്ല രീതിയിൽ നന്നായിട്ട് തറവാക്കിയ ശേഷം മാത്രം അടുത്തത് പഠിക്കുക. അപ്പോ ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ചോദിച്ചാൽ അത് ശങ്കരാഭരണം രാഗം. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ശങ്കരാഭരണം. അതിന് സംഗീതം നൽകിയിരിക്കുന്നത് ആരാണ്? അത് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ. അപ്പൊ നമ്മളുടെ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. സംഗീതം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂറും. ഏത് രാഗത്തിലാണ് നമ്മുടെ ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ ശങ്കരാഭരണം രാഗത്തിലാണ്. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്കറിയാം 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നത്. അപ്പൊ ഈ ഭരണഘടന നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ 1950 ജനുവരി 24 2 ദിവസം മുന്നേ തന്നെ നമ്മുടെ ദേശീയ ഗാനത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഭരണഘടന അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടന ദേശീയ ഗാനത്തെ അംഗീകരിക്കുന്നത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടന ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. അതായത് ഭരണഘടന നിലവിൽ വരുന്നത് 26 2 ദിവസം മുന്നേ തന്നെ ഭരണഘടന എന്ത് ചെയ്തു? നമ്മുടെ ദേശീയ ഗാനത്തെ അംഗീകരിച്ചു. ഓക്കെ അല്ലേ? ഇനി ഈ ദേശീയ ഗാനം നമുക്കറിയാം
സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം കൊടുത്തിരുന്ന ഒരു സംഘടനയാണ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ. അപ്പൊ ആദ്യമായിട്ട് ഈ ജനഗണമന ആലപിക്കുന്നത് ഒരു INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സെഷനിലാണ്. അത് ഏതാണെന്ന് ചോദിച്ചാൽ എന്നാണെന്ന് ചോദിച്ചാലും 1911 1911 ഡേറ്റ് ഓർമ്മിച്ച് വെച്ചേക്കുക. ഡിസംബർ 27 എന്നാണ്. 1911 ഡിസംബർ 27. എടാ എല്ലാ കോൺഗ്രസ് സമ്മേളനത്തിനും ഒരു അധ്യക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ. അത് പിന്നെ എവിടെ വെച്ചാണ് നടന്നത്? ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോ 1911 ഈ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് കൊൽക്കത്തയിൽ വെച്ചാണ്. അപ്പോ 1911 ഡിസംബർ 27 നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നത്. അത് ഏത് സമ്മേളനമാണ്? അത് കൊൽക്കത്ത സമ്മേളനമാണ്. ഈ കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ BN ധർ. ആരാണ്? BN ധർ. അപ്പൊ 1911 ഡിസംബർ 27 നമ്മുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിക്കുന്നത്. കൊൽക്കത്ത സമ്മേളനമാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ BN ധർ ആയിരുന്നു. എടാ ആലപിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആലപിച്ച ഒരു വ്യക്തി ഉണ്ടായിരിക്കുമല്ലോ. ആരാണ് ആദ്യമായിട്ട് ദേശീയ ഗാനം ഈ 1911 INC സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ ആലപിച്ചത് എന്ന് ചോദിച്ചാൽ ആരാണ്? സരളാദേവി ചൗധരാണി. ആരാണ്? സരളാദേവി ചൗധരാണി. അപ്പോ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ 1911 INC സമ്മേളനത്തിലാണ്. കൊൽക്കത്തയിൽ വെച്ചാണ് ഈ സമ്മേളനം നടക്കുന്നത്. BN ധർ ആയിരുന്നു അധ്യക്ഷൻ. ആരാണ് ആലപിച്ചതെന്ന് ചോദിച്ചാൽ ആരാണ്? സരളാദേവി ചൗധരാണി. എടാ ഈ ആലപിച്ചതിനൊക്കെ ശേഷമാണ് ഇത് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ടൊരു മാസികയിൽ പ്രസിദ്ധീകരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 1912 എന്ത് ചെയ്യുന്നത്? ഈ തത്വബോധിനി പത്രിക എന്ന് പറയുന്ന മാസികയിൽ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ദേശീയ ഗാനത്തെ INC സമ്മേളനത്തിൽ നമ്മുടെ സരളാദേവി ചൗധരാണി ആലപിച്ചിട്ടുണ്ടായിരുന്നു. മറന്നു പോകരുത്. ഓക്കെ അല്ലേ? അപ്പോ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ശങ്കരാഭരണം രാഗത്തിലാണ്. 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടന ദേശീയ ഗാനത്തെ അംഗീകരിക്കുന്നത്. ഇനി ആദ്യമായിട്ട് ദേശീയ ഗാനം ആലപിച്ചത് എന്ന്, എവിടെ, എപ്പോൾ എന്ന് ചോദിച്ചാൽ 1911 ഡിസംബർ 27 കൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ആലപിക്കുന്നത്. ആരായിരുന്നു അധ്യക്ഷൻ? BN ധർ ആയിരുന്നു. 1911 കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ. ആരാണ് ആലപിച്ചതെന്ന് ചോദിച്ചാൽ ആരാണ്? സരളാദേവി ചൗധരാണി. നമ്മുടെ ഈ ദേശീയ ഗാനത്തെ ഇംഗ്ലീഷിലേക്കും അതുപോലെ ഹിന്ദിയിലേക്കും ഉറുദുവിലോട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇംഗ്ലീഷിലെ കാര്യമാണ് പറയുന്നത്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ്. ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ഈ ജനഗണമനയുടെ രചയിതാവായിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ആ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ അതിന്റെ പേര് എങ്ങനെയാണ്? മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. അപ്പൊ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ജനഗണമനയെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ആരാണ്? ഇതിന്റെ രചയിതാവായിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് ജനഗണമനയെ പരിഭാഷപ്പെടുത്തിയത്. അപ്പൊ ഇംഗ്ലീഷിലേക്ക് മാറ്റിയപ്പോൾ അതിന്റെ പേര് എങ്ങനെയായിട്ട് മാറി? മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. എടാ അപ്പോ ബംഗാളി ഭാഷയിൽ എങ്ങനെയാ ജനഗണമന ആദ്യമായിട്ട് ബംഗാളി ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടത്. അതിന് ഇംഗ്ലീഷിലേക്ക് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ രവീന്ദ്രനാഥ ടാഗോർ പരിഭാഷപ്പെടുത്തുന്നു. മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ കുറ്റിപ്പുറം കേശവൻ നായർ. ആരാണ്? കുറ്റിപ്പുറം കേശവൻ നായരാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അപ്പൊ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? കുറ്റിപ്പുറം കേശവൻ നായർ. ആരാണ്? കുറ്റിപ്പുറം കേശവൻ നായർ. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് രവീന്ദ്രനാഥ ടാഗോർ പരിഭാഷപ്പെടുത്തിയെന്ന്. അപ്പൊ അതിന് അദ്ദേഹത്തിന് സഹായിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേരാണ് മാർഗരറ്റ് കസിൻസ്. അപ്പൊ മാർഗരറ്റ് കസിൻസിന്റെ ഹെൽപ്പോട് കൂടിയാണ് രവീന്ദ്രനാഥ ടാഗോർ നമ്മുടെ ജനഗണമനയെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പൊ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? അത് ടാഗോർ ആണ്. അതിനെ സഹായിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മാർഗരറ്റ് കസിൻസ്. ഇനി ഇതിനൊരു സ്ഥലമുണ്ട്. എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ എവിടെ വെച്ചാണ്? ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത് എന്ത് ചെയ്യുന്നത്? പരിഭാഷപ്പെടുത്തുന്നത്. ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി മറന്നു പോകരുത്. ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ആ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ അതിന്റെ പേര് എങ്ങനെയാണ്? ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് പരിഭാഷപ്പെടുത്തിയത്. അതിന് സഹായിച്ചത് ആരാണ്? മാർഗരറ്റ് കസിൻസ് ആണ്. സ്ഥലം ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി. ഇനി നമ്മൾ പറഞ്ഞു മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണെന്ന് പറഞ്ഞു. അത് കുറ്റിപ്പുറം കേശവൻ നായർ. ആരാണ്? കുറ്റിപ്പുറം കേശവൻ നായർ. എടാ ഹിന്ദിയിലോട്ടും ഉറുദുവിലോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരാൾ തന്നെയാണ്.
അപ്പൊ ഹിന്ദിയിലോട്ടും ഉറുദുവിലോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാളാണ്. അത് ആരാണെന്ന് ചോദിച്ചാൽ ആബിദ് അലി. ആരാണ്? ആബിദ് അലി. നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനയെ ഹിന്ദിയിലോട്ടും ഉറുദുവിലോട്ടും തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ്. ആബിദ് അലി. അപ്പൊ നമ്മൾ 4 ഭാഷകൾ പഠിച്ചു. ഇത് രചിച്ചത് ബംഗാളി, 4 അല്ല 5 ബംഗാളി ഭാഷയാണ് രചിച്ചത്. അത് ജനഗണമന. ഇനി അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു ആര്യ? രവീന്ദ്രനാഥ് ടാഗോർ. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു കുറ്റിപ്പുറം കേശവൻ നായർ. ഹിന്ദിയിലോട്ടും ഉറുദുവിലോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? അത് ആബിദ് അലി. ഹിന്ദി ഉറുദു ആരാണ്? ആബിദ് അലി. മറന്നു പോകരുത്. ഓക്കെ അല്ലേ? ഇനി ഈ എന്താണ് ദേശീയ ഗാനത്തെ കുറിച്ചുള്ള പഠനം. ദേശീയ ഗാനത്തെ കുറിച്ചുള്ള പഠനത്തിനെ വിളിക്കുന്ന പേരാണ് ആന്തമറ്റോളജി. എന്താണ്? ആന്തമറ്റോളജി. ദേശീയ ഗാനത്തെ കുറിച്ചുള്ള പഠനമാണ് ആന്തമറ്റോളജി. മറന്നു പോകരുത്. ദേശീയ ഗാനത്തെ കുറിച്ചുള്ള പഠനമാണ് ആന്തമറ്റോളജി. ആന്തമറ്റോളജി. എടാ, ഇനി നമ്മുടെ ഈ ദേശീയ ഗാനത്തിൽ ജയ എന്നുള്ള വാക്ക് 10 പ്രാവശ്യമുണ്ട്. ഓക്കെ അല്ലേ? ജയ എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യമുണ്ട്? 10 പ്രാവശ്യമുണ്ട്. ജയ എന്ന വാക്ക് 10 പ്രാവശ്യം ഉണ്ട്. അതുപോലെ എത്ര വരികളുണ്ട് ദേശീയ ഗാനത്തിന്? ദേശീയ ഗാനത്തിന് 13 വരികളാണ് ഉള്ളത്. ദേശീയ ഗാനത്തിന് എത്ര വരികളുണ്ട്? 13 വരികളുണ്ട്. മൊത്തം എത്ര വാക്കുണ്ടെന്ന് ചോദിച്ചാൽ 55 വാക്കുകളാണ് ദേശീയ ഗാനത്തിലുള്ളത്. ഓക്കെ അല്ലേ? അപ്പോ ദേശീയ ഗാനത്തിൽ ജയ എന്ന് പറയുന്ന വാക്ക് 10 പ്രാവശ്യമുണ്ട്. മൊത്തം എത്ര വരികളുണ്ടെന്ന് ചോദിച്ചാൽ 13 വരികളുണ്ട്. മൊത്തം എത്ര വാക്കുകളുണ്ടെന്ന് ചോദിച്ചാൽ എത്ര വാക്കുകളുണ്ട്? 55 വാക്കുകളുണ്ട്. ഓക്കെ അല്ലേടാ? അപ്പൊ നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷിലേക്ക് ജനഗണമനയെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആരാണ്? അതിന്റെ കർത്താവായിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് അതിന്റെ പേര്. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് ആരാണ് ഇതിന് ഹെൽപ്പ് ചെയ്ത്? മാർഗരറ്റ് കസിൻസ് ആണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. സ്ഥലം ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ്, മദനപ്പള്ളി. പിന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? അത് കുറ്റിപ്പുറം കേശവൻ നായരാണ്. എന്നാൽ ഹിന്ദിയിലോട്ടും ഉറുദുവിലോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്തത് ഒരാൾ തന്നെയാണ്. അത് ആബിദ് അലിയാണ്. ഇനി ദേശീയ ഗാനത്തെ കുറിച്ചുള്ള പഠനത്തിനെ വിളിക്കുന്ന പേരാണ് ആന്തമറ്റോളജി. ജയ എന്ന വാക്ക് എത്ര പ്രാവശ്യമുണ്ട്? 10 പ്രാവശ്യമുണ്ട്. എത്ര വരികളാണുള്ളതെന്ന് ചോദിച്ചാൽ 13 വരികളുണ്ട് ജനഗണമനയിൽ. ഇനി മൊത്തം എത്ര വാക്കുണ്ടെന്ന് ചോദിച്ചാൽ മൊത്തം എത്ര വാക്കുണ്ടെടാ? 55 വാക്കുകളാണ് ഉള്ളത്. നമ്മുടെ ദേശീയ ഗാനത്തിൽ 2 പർവ്വതങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. 2 പർവ്വതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ 2 പർവ്വതങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വിന്ധ്യയും അതുപോലെ ഹിമാലയവും. ഏതൊക്കെയാണ്? വിന്ധ്യയും ഹിമാലയം. 2 പർവ്വതങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വിന്ധ്യ, ഹിമാലയം. അതുപോലെ 2 നദികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? യമുന, ഗംഗ. ഏതൊക്കെയാണ് 2 നദികൾ? യമുനയും ഗംഗയും. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. സിന്ധ് എന്ന് പറയുന്നത് നദിയെ അല്ല സൂചിപ്പിക്കുന്നത്, അതൊരു പ്രദേശത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഈ സിന്ധ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 2 നദികളെ കുറിച്ചേ പറയുന്നുള്ളൂ. ആ 2 നദികളാണ് ഏതൊക്കെ? യമുനയും ഗംഗയും. 2 നദികളെ കുറിച്ചേ പറയുന്നുള്ളൂ. ഒന്ന് യമുന, മറ്റൊന്ന് ഗംഗ. സിന്ധിനെ കുറിച്ച് പറയുന്നുണ്ട്, എന്നാൽ സിന്ധ് നദിയെ ആയിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. എന്താണ്? സിന്ധ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. അതുപോലെ 2 പർവ്വതം നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് 2 പർവ്വതം? ഒന്ന് വിന്ധ്യ, അതുപോലെ തന്നെ ഹിമാലയം. ഇനി അതിനകത്ത് നമുക്കറിയാം ഉത്കല എന്നുള്ളൊരു വാക്കുണ്ട് അല്ലെ? അപ്പൊ ഈ ഉത്കല എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഏത് പ്രദേശത്തെയാണ്? അത് ഒഡീഷയാണ്. നമ്മൾ എന്താണ് തീരസമതലം, പടിഞ്ഞാറൻ നമ്മുടെ കിഴക്കൻ തീരസമതലം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉത്കൽ എന്ന് പഠിക്കാറുണ്ട് അല്ലെ? അപ്പൊ അത് ഏതിനെയാണ് നമ്മൾ പറയുന്നത്? ഒഡീഷ തീരത്തിനല്ലേ? അപ്പൊ അതുപോലെ നമ്മുടെ ജനഗണമനയിലെ ഉത്കല എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത് ഏത് പ്രദേശത്തെയാണ്? അത് ഒഡീഷയെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ അല്ലേ? എടാ, ഇനി ദക്ഷിണേന്ത്യൻ പ്രദേശത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? അതാണ് ദ്രാവിഡ. അപ്പൊ ദക്ഷിണേന്ത്യൻ പ്രദേശത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? ദ്രാവിഡ. ദ്രാവിഡ. മറന്നു പോകരുത്. നമ്മളിപ്പോ പറഞ്ഞത് എന്തൊക്കെയാണ്? 2 പർവ്വതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ 2 പർവ്വതങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വിന്ധ്യയും അതുപോലെ മറ്റൊന്ന് ഹിമാലയവും. 2 നദികളെ കുറിച്ച് സൂചിപ്പിക്കുന്നുള്ളൂ. യമുന, ഗംഗ. സിന്ധ് ഒരു പ്രദേശമായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, നദിയായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഉത്കല എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന പ്രദേശം ചോദിച്ചാൽ അത് ഒഡീഷയാണ്. അതുപോലെ ദക്ഷിണേന്ത്യൻ പ്രദേശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ദ്രാവിഡ. എടാ, ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടും ദേശീയ ഗാനത്തെ കുറിച്ച് പറയാനുള്ളത്. ഏകദേശമുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ പോയിന്റും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദേശീയ ഗാനം നന്നായിട്ട് പഠിക്കുക. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ദേശീയ ഗീതമാണ്. നമ്മുടെ ദേശീയ ഗീതം ഏതാണ്? നമ്മുടെ ദേശീയ ഗീതം വന്ദേ മാതരം. നമ്മൾ ആദ്യം തുടങ്ങിയപ്പോഴേ പറഞ്ഞു, മാറിപ്പോവരുത്. ദേശീയ ഗീതം ഏതാണ്? ദേശീയ ഗീതം വന്ദേ മാതരമാണ്. എടാ, ദേശീയ ഗീതം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് ദേശീയ ഗീതം എഴുതിയത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. ദേശീയ ഗീതം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. എടാ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇത് രചിച്ചതെങ്കിലും ഇത് ആദ്യം ആലപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ടാഗോർ ആണ് കേട്ടോ. അപ്പൊ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇത് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ആലപിക്കുന്നത്. നമ്മുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. അത് രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. എന്നാൽ അത് ആദ്യമായിട്ട്
പാടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ടാഗോർ ആണ്. ഇനി എപ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഈ നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ള കൃതി ഏതാണ്? ഏതാണ് ആ കൃതി? ആനന്ദമഠം. ഏതാണ്? ആനന്ദമഠം എന്ന് പറയുന്ന കൃതിയിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം നമ്മൾ എടുത്തിട്ടുള്ളത്. എടാ, ഈ ആനന്ദമഠം എന്ന് പറയുന്ന ഈ കൃതി അത് എന്തിന്റെ പശ്ചാത്തലത്തിൽ രചിച്ചിട്ടുള്ള കൃതിയാണെന്ന് ചോദിച്ചാൽ ബംഗാളിലെ സന്യാസി കലാപം പശ്ചാത്തലമാക്കി രചിച്ചിട്ടുള്ള കൃതിയാണ് ഏതെന്ന് പറയുന്നത് ആനന്ദമഠം. ഓക്കെ അല്ലേ? അപ്പോ സന്യാസി കലാപം, നമ്മുടെ ബംഗാളിലെ സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി രചിച്ചിട്ടുള്ള കൃതിയാണ് ആനന്ദമഠം. ആ ആനന്ദമഠത്തിൽ നിന്നാണ് നമ്മുടെ എന്താണ് ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ രചയിതാവ് ആരാണ്? അത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. നമ്മൾ നേരത്തെ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചെന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമ്മുടെ എന്താണ് ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു INC സമ്മേളനത്തിൽ തന്നെയാണ്. അതെന്നാണ്? 1896 അപ്പൊ നമുക്കറിയാം ജനഗണമനയെക്കാളും വളരെ വളരെ മൂത്ത ഒരാളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം. ജനഗണമന 1911 ആലപിക്കുന്നതെങ്കിൽ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുന്നേ 1896 നമ്മുടെ വന്ദേ മാതരം ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ആലപിച്ചിട്ടുണ്ട്. അത് 1896 കൊൽക്കത്ത സമ്മേളനം തന്നെയാണ്. ജനഗണമനയും കൊൽക്കത്ത സമ്മേളനമാണ്. അതുപോലെ നമ്മുടെ എന്താണ് ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരവും ഒരു കൊൽക്കത്ത സമ്മേളനത്തിൽ തന്നെയാണ് ആലപിച്ചത്. അത് 1896 ഈ കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ അത് റഹ്മത്തുള്ള സയാനി. ആരാണ്? റഹ്മത്തുള്ള സയാനി ആയിരുന്നു ഈ 1856 കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അപ്പൊ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അത് റഹ്മത്തുള്ള സയാനി. ഓക്കെ അല്ലേടാ? വന്ദേ മാതരത്തെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. എന്നാൽ ഇത് ആദ്യമായിട്ട് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഈ ആനന്ദമഠം എന്ന് പറയുന്ന ഒരു കൃതിയിൽ നിന്നാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന ഒരു കൃതിയിൽ നിന്നാണ് നമ്മുടെ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഈ ആനന്ദമഠത്തിന്റെ പശ്ചാത്തലം ചോദിച്ചാൽ അത് സന്യാസി കലാപമാണ്. ആദ്യമായിട്ട് നമ്മുടെ ദേശീയ ഗീതം ആലപിച്ചത് 1896 കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? റഹ്മത്തുള്ള സയാനി. എടാ, ദേശീയ ഗീതം രചിച്ചിട്ടുള്ള ഭാഷ ചോദിച്ചാൽ ഏതാണ്? അത് സംസ്കൃതമാണ് കേട്ടോ. ദേശീയ ഗീതം നമ്മുടെ വന്ദേ മാതരം രചിച്ചിട്ടുള്ള ഭാഷ ഏതാണ്? സംസ്കൃത ഭാഷയിലാണ്. ഇതിന്റെ രാഗം ചോദിച്ചാൽ ഏതാണ്? ദേശരാഗം. നമ്മൾ നേരത്തെ അവിടെ ശങ്കരാഭരണം പഠിച്ചതുപോലെ നമ്മുടെ വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ചോദിച്ചാൽ ഏതാണ്? അത് ദേശരാഗമാണ്. ഇനി ഇത് ചിട്ടപ്പെടുത്തി അല്ലെങ്കിൽ ഇതിന് സംഗീതം നൽകിയത് ആരാണ്? അത് ജാഗുനാഥ് ഭട്ടാചാര്യ. ആരാണ്? ജാഗുനാഥ് ഭട്ടാചാര്യാണ് ഇതിന് ജഗുനാഥ് ഭട്ടാചാര്യാണ് ഇതിന് എന്ത് ചെയ്തിട്ടുള്ളത്? സംഗീതം നൽകിയിട്ടുള്ളത്. അപ്പോൾ സംസ്കൃത ഭാഷയിലാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചിട്ടുള്ളത്. ഏത് രാഗമാണെന്ന് ചോദിച്ചാൽ ദേശരാഗമാണ്. ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ദേശരാഗത്തിലാണ്. സംഗീതം നൽകിയത് ആരാണ്? ജഗുനാഥ് ഭട്ടാചാര്യ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി ഇതിന് സംഗീതം നൽകിയത് നമ്മുടെ ജഗന്നാഥ ഭട്ടാചാര്യാണ്. രാഗം ഏതായിരുന്നു? ദേശരാഗമായിരുന്നു. എന്നാൽ നിലവിലെ ഇതിന്റെ ടൂൺ ഏതാണെന്ന് ചോദിച്ചാൽ നിലവിലുള്ള എന്താണ് ഈ വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതത്തിന് ടൂൺ നൽകിയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പണ്ഡിറ്റ് രവിശങ്കർ ആണ് കേട്ടോ. അപ്പൊ നിലവിൽ നമ്മൾ ആലപിക്കുന്ന ഈ വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തിന് ടൂൺ നൽകിയിരിക്കുന്നത് ആരാണ്? അത് പണ്ഡിറ്റ് രവിശങ്കർ ആണ്. നിലവില് നമ്മൾ ആലപിക്കുന്ന വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതത്തിന് ടൂൺ നൽകിയിരിക്കുന്നത് ആരാണ്? അത് പണ്ഡിറ്റ് രവിശങ്കർ ആണ്. ഇനി വന്ദേ മാതരം സംസ്കൃത ഭാഷയിലാണ് രചിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ജനഗണമന പോലെ തന്നെയാണ് ഇതിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അരവിന്ദ് ഘോഷാണ്. ആരാണ്? അരവിന്ദ് ഘോഷാണ് വന്ദേ മാതരത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് എന്ന് ചോദിക്കാം. ആരാണ്? അത് അരവിന്ദ് ഘോഷാണ്. അപ്പൊ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ അതിന്റെ പേരെന്താണ്? മദർ ഐ ബോ ടു ദി. എന്താണ്? മദർ ഐ ബോ ടു ദി. മദർ ഐ ബോ ടു ദി എന്ന പേരില് നമ്മുടെ വന്ദേ മാതരത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അത് അരവിന്ദ് ഘോഷാണ്. അപ്പോ നമ്മൾ പറഞ്ഞു സംസ്കൃതം ഭാഷയിലാണ് ഇത് രചിക്കപ്പെട്ടത്. രാഗം ഏതാണ്? ദേശരാഗമാണ്. ഇനി ഇതിന് എന്താണ് സംഗീതം നൽകിയിരിക്കുന്നത് ജഗന്നാഥ് ഭട്ടാചാര്യാണ്. എന്നാൽ നിലവിൽ നമ്മളിപ്പോ ആലപിക്കുന്ന ആ ടൂൺ നൽകിയിരിക്കുന്നത് ആരാണ്? അത് പണ്ഡിറ്റ് രവിശങ്കർ ആണ്. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ് ഘോഷാണ്. എങ്ങനെയാണ് അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? മദർ ഐ ബോ ടു ദി എന്ന പേരിലാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. എടാ, എന്നാൽ ഇതിനെ തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് സുബ്രഹ്മണ്യ ഭാരതി. ആരാണ്?
സുബ്രഹ്മണ്യ ഭാരതിയാണ് തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അപ്പൊ ഇംഗ്ലീഷിലേക്ക് അരവിന്ദ ഘോഷും തമിഴിലേക്ക് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയുമാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ദേശീയ ഗീതമായ ഈ വന്ദേ മാതരത്തിനെ എതിർത്ത ആൾക്കാരുണ്ട്. ആരൊക്കെയാണ് എതിർത്തതെന്ന് ചോദിച്ചാൽ, ഒന്ന് മുസ്ലിം ലീഗ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ദേശീയ ഗീതത്തിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്നയും വന്ദേ മാതരത്തെ എന്ത് ചെയ്തിരുന്നു? എതിർത്തിരുന്നു. അപ്പോ വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചവർ ആരൊക്കെയാണ്? ഒന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയും, പിന്നെ ഒന്ന് ഏതാണ്? പിന്നെ ഒരാൾ ആരാണ്? മുഹമ്മദ് അലി ജിന്നയും. ഇനി നമ്മൾ പറഞ്ഞു ഭരണഘടന അംഗീകരിച്ചത്, നമ്മുടെ ദേശീയ ഗാനത്തെ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24-നാണ്. എടാ അതേ ഡേറ്റ് തന്നെയാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തെയും ഭരണഘടന അംഗീകരിക്കുന്നത്. അപ്പോ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ഓക്കെ അല്ലേ? ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24-ആണ്. വന്ദേ മാതരം എന്ന് പറഞ്ഞ ഒരു ജേണൽ ഉണ്ട്, നമുക്കറിയാം. അത് ആരാണ്? അത് ആരുടേതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അത് ആരാണ് പുറത്തിറക്കിയെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ലാലാ ലജ്പത് റോയ് ആണ്. അപ്പൊ വന്ദേ മാതരം എന്ന് പറയുന്ന ജേണൽ ആരുടേതാണ്? അത് ലാലാ ലജ്പത് റായിയുടേതാണ്, മറന്നു പോകരുത്. അപ്പോ മുസ്ലിം ലീഗും അതുപോലെ മുഹമ്മദ് അലി ജിന്നയും വന്ദേ മാതരത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചവരാണ്. ഭരണഘടന അംഗീകരിക്കുന്നത് 1950 ജനുവരി 24-നാണ്. ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 24-ന് തന്നെയാണ്. വന്ദേ മാതരം എന്ന് പറയുന്ന ജേണൽ പുറത്തിറക്കിയത് ആരാണ്? അത് ലാലാ ലജ്പത് റായ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ദേശീയ ഗീതത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞു. നമ്മുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. എന്നാൽ ഇത് ആദ്യമായിട്ട് പാടിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഈ ആനന്ദമഠം അതിന്റെ പശ്ചാത്തലം സന്യാസി കലാപമാണ്. ആദ്യമായിട്ട് ഇത് ആലപിച്ചത് 1896-ലെ INC കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ്. കൊൽക്കത്ത സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? റഹ്മത്തുള്ള സയാനി. സംസ്കൃത ഭാഷയിലാണ് ഇത് ആദ്യമായിട്ട് രചിക്കപ്പെട്ടത്. രാഗം ഏതാണ്? ദേശ് രാഗമാണ്. സംഗീതം നൽകിയിരിക്കുന്നത് ജഗുനാഥ് ഭട്ടാചാര്യയാണ്. എന്നാൽ നിലവിലെ ടൂൺ ചെയ്തിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പണ്ഡിറ്റ് രവിശങ്കർ ആണ്. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അരവിന്ദ ഘോഷാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. മദർ ഐ ബോ ടു ദി എന്ന പേരിലാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. എന്നാൽ തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. മുസ്ലിം ലീഗ് മുഹമ്മദ് അലി ജിന്നയും വന്ദേ മാതരത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചവരാണ്. ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. എന്നാൽ വന്ദേ മാതരം എന്ന ജേണൽ പുറത്തിറക്കിയത് ആരാണ്? അത് ലാലാ ലജ്പത് റായ് ആണ്. എടാ നമുക്ക് എന്താണ് ഈ ജനഗണമനയും അതുപോലെ വന്ദേ മാതരവും, ദേശീയ ഗാനവും ദേശീയ ഗീതവും, ഇതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ നന്നായിട്ട് കണ്ട് പഠിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കുക. ഏതെങ്കിലും ടോപ്പിക് എടുക്കണമെങ്കിൽ നിങ്ങൾ അതും കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.